യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 1 വാക്യം ധ്യാനിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് വളരെ ഹൃദയപൂർവ്വം സംസാരിക്കുന്നതായ ഒരു വേദഭാഗമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിഞ്ഞത്. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ വാക്ക് അതുതന്നെ നമ്മെ കാണിച്ചു തരുന്നു എത്രത്തോളം വിഷമത്തിലും സംഘർഷങ്ങളിലും സമ്മർദ്ദങ്ങളിലുമാണ് ആ ശിഷ്യഗണങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യഗണങ്ങൾ വളരെ അസ്വസ്ഥരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് യേശു ഇപ്രകാരം പ്രവചനമായി പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും, അതേപോലെ തന്നെ നിങ്ങൾ ചിതറിപ്പോകും, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും, നിങ്ങൾ എല്ലാവരും എന്നെ നിഷേധിക്കും എന്നുള്ള കാര്യവും യേശു പറഞ്ഞു. ഈ 2 കാര്യങ്ങളും അവരിൽ വളരെയധികം ചൂടേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കലക്കം അവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ എല്ലാമായ കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതും പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സമാനമായ സമ്മർദ്ദങ്ങളിലൂടെയും വൈഷമ്യ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ദിവസങ്ങൾ, നാളുകൾ, വർഷങ്ങളുണ്ട്. പക്ഷേ അതിന് നടുവിൽ സൃഷ്ടാവായ ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് എന്നാണ് നമുക്ക് ഈ 14 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ടെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും വേദനകളും ഉണ്ടാകുമെന്നും യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സന്ദർഭത്തിൽ യേശു അവരോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സൃഷ്ടാവായ ദൈവം നമ്മളോട് പറയുന്ന ഓരോ വചനത്തിനും പ്രാധാന്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ യേശു അവരോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും അവർക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു സന്ദേശമാണ് യേശു തുടർന്ന് അവർക്ക് കൊടുക്കുന്നത്. യേശു പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, അതുപോലെ എന്നിലും വിശ്വസിപ്പീൻ. ഈ 2 കാര്യങ്ങളും ഒന്നാണെന്ന് നമുക്കറിയാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അവർ യേശുവിൽ വിശ്വസിക്കുക. പക്ഷേ അവരുടെ മുമ്പാകെ ദൃശ്യമായി നിൽക്കുന്നതായ ദൈവ അവതാരമായ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ വിശ്വസിക്കണം എന്ന് യേശു പറയുമ്പോൾ പലരുടെയും ഹൃദയത്തിൽ പല സംശയങ്ങളുമുണ്ട്. അത് യേശുവിനെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. ഈ ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ യേശുവിനെ അവർ വിശ്വസിക്കാൻ കഴിയാത്തതായ പല സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മതമേലാളന്മാരിൽ നിന്നും സാധുക്കരിൽ നിന്നും പരീക്ഷന്മാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യേശു ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നിലും വിശ്വസിപ്പേൻ. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾ അവൻ ഫലത്തിൽ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പലരും യേശുവിനെ തള്ളിക്കളയുന്നു. പലരും ചിന്തിക്കുന്നു യേശു ദൈവം അല്ല, അവനൊരു കേവലം മനുഷ്യൻ മാത്രമാണ്. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെ ചിന്തകളുണ്ടെന്ന് എനിക്കറിയാം. ചിലർ പറയാറുണ്ട് യേശു ഒരു വെറും ചരിത്ര പുരുഷൻ മാത്രമാണ്. അല്ല, യേശു ഒരു ചരിത്ര പുരുഷൻ എന്നതിനേക്കാൾ ഉപരി യേശു ദൈവമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ്. അപ്പോൾ യേശു ഇവിടെ പറയുന്നു, നിങ്ങൾ
എന്നിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുക, ദൈവവചനപ്രകാരം മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ കലക്കത്തിൻ്റെ സന്ദർഭങ്ങളിൽ, ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ സന്ദർഭങ്ങളിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ച് നിലകൊണ്ടാൽ നിങ്ങളുടെ ഹൃദയ കലക്കത്തിന് നടുവിൽ നിങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സമാധാനവും ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഹൃദയ കലക്കത്തിലൂടെ, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഓരോ ദിവസവും വളരെ പ്രയാസത്തോടുകൂടെ തള്ളി നീക്കുമ്പോൾ, ഇന്ന് യേശു നമ്മോട് പറയുന്നു, നാം യേശുവിനെ വിശ്വസിക്കണം, അവൻ്റെ വചനത്തെ വിശ്വസിക്കണം, അവൻ്റെ വചനം പറയുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയ കലക്കത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. ഈ ശിഷ്യഗണങ്ങൾ ഹൃദയം കലങ്ങിയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ? ഇല്ല, അവർക്ക് നഷ്ടപ്പെടാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശു പറഞ്ഞതായ ദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്കറിയാം, അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ. അവർ യഥാസ്ഥാനപ്പെട്ടു, അവർ മടങ്ങി വന്നു. കർത്താവ് യേശുക്രിസ്തു അവരെ ശക്തമായി ഉപയോഗിച്ചു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി അവരെ മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്നുള്ള പ്രയാസങ്ങളുടെ നടുവിൽ നാം പ്രയാസപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. വരും ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ കാണും, നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ നല്ല സന്ദേശത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ജീവിതത്തിൽ വിഷമങ്ങളും നിരാശകളും വേദനകളും ഒക്കെ കടന്നു വന്ന് ഞങ്ങൾ വളരെയധികം ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക്, നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നതായ അനുഭവമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ എന്താണ് പരിഹാരം എന്നുള്ള സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ, വേദനകളിലൂടെ, നിരാശകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇന്ന് കർത്താവ് യേശുക്രിസ്തു മൂലം അവർ അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ ദുഃഖം, വിലാപം എല്ലാം തന്നെ നൃത്തമായി മാറി നല്ലൊരു ആത്മീയ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുവാൻ അങ്ങ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രഭാത ധ്യാനം അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.